കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളത് CPM-ൻ്റെ ഒരു അജണ്ടയാണോ എന്ന് സംശയം തോന്നുന്നു. കാരണം ഇന്നലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുമായിട്ടുള്ള മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രി പങ്കെടുത്തു. അതിൽ മുഖ്യമന്ത്രി പറയുകയാണ്, എന്ത് വന്നാലും CAA കേരളത്തിൽ നടപ്പാക്കില്ല, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുക, CAA നടപ്പാക്കില്ല. നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയാൽ രാജ്യത്ത് എല്ലായിടത്തും ബാധകമാണ്. കേരളത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, ഈ നിയമം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ്, ആരുടെയും പൗരത്വം കളയാനുള്ള നിയമമല്ല എന്നും വളരെ വ്യക്തമാണ്. എന്നിട്ടും എന്തിനാണ് ഇത് നടപ്പാക്കില്ല അത് പിണറായി പിന്നെയും ആവർത്തിക്കുന്നത്? അത് നേരത്തെ ഇന്ത്യയിലാകെ ഈ CAA വിരുദ്ധ സമരങ്ങൾ നടന്ന കാലത്ത് പിണറായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ കേരളത്തിലായിരിക്കും ഏറ്റവും ശക്തമായ സമരങ്ങൾ നടന്ന ഒരു സംസ്ഥാനം. അതെ, അപ്പോൾ ഇവിടെയാണ് ബാധിക്കാത്തത്. ആ സമരം ചെയ്തവരോട് ഐക്യപ്പെടാനും അന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരായ നിലപാട് സ്ട്രോങ് ആയിട്ട് എടുക്കാനും അതുവഴി ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ ആ നിയമത്തിന്റെ കാര്യങ്ങൾ പിന്നീട് നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി വന്നു. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പീഡനം വഹിന്ന് വരുന്ന ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനമതക്കാർ, ബുദ്ധന്മാർ, പാഴ്സികൾ തുടങ്ങിയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കും. അതെ, അതാണ് അതിന്റെ ആക്ട്, ആ റൂള്. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെയും ബാധിക്കുന്നത് 2014 ഡിസംബർ 31 മുമ്പ് 10 കൊല്ലം തുടർച്ചയായി അനധികൃതമായി രാജ്യത്ത് താമസിച്ചവർക്കാണ്. അതെ, അത് കേരളത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ഞങ്ങളൊക്കെ അതിനെ ആ നിയമത്തിന്റെ ഒരു ദർശനത്തെ, ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ എതിർത്തത് രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, അഭയാർത്ഥികളായി വരുന്ന പൗരന്മാർക്ക് മതം നോക്കി ബേസിക്കലി മതം നോക്കി ഈ സമുദായം നോക്കി അഭയം കൊടുക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നതിൽക്കൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും മഹാഭൂരിപക്ഷം ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വരേണ്ടി വരുന്നത് പല കാരണങ്ങളാൽ അവിടുത്തെ തന്നെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളിൽ തന്നെയുള്ള വിശ്വാസപരമായ ന്യൂനപക്ഷങ്ങൾ, പ്ലസ് അവിടുത്തെ സെക്യുലർ മുസ്ലിങ്ങൾ, അവിടെ മതേതരമായി ജീവിതം നടത്തുന്നവർ, ഇസ്ലാമിനെതിരായി ആണെന്ന് മുദ്രകുത്തപ്പെട്ടവർ, രാജ്യദ്രോഹികൾ എന്ന അവിടെ മുദ്രകുത്തപ്പെട്ട മുസ്ലിം വംശത്തിൽ പിറന്ന, മുസ്ലിം സമുദായത്തിൽ പിറന്ന മനുഷ്യർ, അവരോടൊക്കെയുള്ള നിലപാട് എന്തായിരിക്കും തുടങ്ങിയ ആശങ്കകളാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രം കുറെ കൂടി മാറി. ഇപ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടി വേറെ തരത്തിലാണ്. സാറിന് അറിയായിരിക്കും, CAB ബില്ല് പാർലമെന്റിൽ വന്ന് CAA ആക്റ്റായി മാറിയിട്ട് റൂള് വന്നിട്ടില്ല. 4-4.25 കൊല്ലമായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ നിയമം കൊണ്ടുവന്നത് പോലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന നിലയിൽ ഈ അമിത്ഷാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാർ, എല്ലാ ഇലക്ഷനിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റിന് ഒരു ആക്ട് പാസ്സാക്കി വെച്ചിട്ട് റൂളാക്കാൻ എന്തിന് 4-4.5 കൊല്ലം എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണോ എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടതോ അത്തരം ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ട യാതൊരു കാര്യവും കേരളത്തിലില്ല. മുഖ്യമന്ത്രി ഇപ്പം എന്തിനാണ് ആ വിഷയം എടുത്തിരുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പോലും ഒരു പക്ഷേ സജീവമാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തൊരു ചർച്ച ഇപ്പം അദ്ദേഹം എടുത്തിരുന്നത് ഇല്ലാത്ത ഭീതി വീണ്ടും ഉണ്ടാകും. എന്നിട്ട് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ഒക്കെ വേണ്ടി, ഈ സംസ്ഥാനത്തെ പാവങ്ങൾക്കും എല്ലാ വിഭാഗം മനുഷ്യർക്കും വേണ്ടി ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ, അല്ലെങ്കിൽ അത് പറയേണ്ടതിന് പകരം, അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ ഒരു പ്രസക്തമേ അല്ലാത്ത, ചർച്ചയ്ക്ക് വരാതെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം ഒരു വിഷയം എന്താണ്, വളരെ പെട്ടെന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിളിച്ചു ചേർത്തിട്ട് അവരുടെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറയാണ് എന്ത് വന്നാലും നടപ്പാക്കില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് കേരളത്തിൽ ബാധകമല്ല എന്നെങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയുന്നതിൽ അർത്ഥമില്ല. അത് സാധ്യമല്ല. ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയാൽ, ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കൂല എന്ന പ്രതീക്ഷ വെച്ച് പാസ്സാക്കി നടപ്പാക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ സമയത്ത് അത് വീണ്ടും ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ പ്രകോപിപ്പിച്ച്, അതെ നിങ്ങൾ നടപ്പാക്കിയാൽ ഞങ്ങൾ നടപ്പാക്കൂല എന്ന് പറഞ്ഞാൽ വീണ്ടും അത് നടപ്പാക്കാനുള്ള മാടി വിളിക്കുന്ന വെല്ലുവിളി പോലെയാണല്ലോ. അങ്ങനെ ഒരാവശ്യമില്ലാത്ത സംഗതിയാണ്. അനവസരത്തിലാണ്, അനുചിതമാണ് ഇപ്പോൾ പ്രശ്നം. അനവസരത്തിലല്ല, പക്ഷേ അവസരത്തിലാണ്. തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് അതൊക്കെ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ആത്മാർത്ഥമായിട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഈ സംഗതി ഉണ്ടാവും. ഈ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്,
അതിന് മറുപടി പറയാൻ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഏതാ ഈ CAA വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് PK ശ്രീമതി മലപ്പുറത്തോ മറ്റോ ഉള്ള പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ വിളിച്ചു ചേർത്തിട്ട് പറയാം, നിങ്ങൾക്കറിയാവോ നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും, അതിനൊരു നിയമം കൊണ്ടുവരികയാണ് മോദി. അത് നമ്മൾ സമ്മതിക്കില്ല കേട്ടോ, നമ്മളുള്ള കാലത്തോളം സമ്മതിക്കൂല. എന്തൊക്കെ പറഞ്ഞാണ് ഈ പാവങ്ങളെ പേടിപ്പിക്കുന്നത്? അതെ, ഈ ഒരു ഭീതിയുടെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അത് ഞാനതിന് പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, ഈ ഭീതി, കേന്ദ്ര ഗവൺമെന്റ് ഭീതി പരത്തുന്നു എന്നൊരു ഭീതി മറുപക്ഷവും പരത്തുകയാണ്. യഥാർത്ഥത്തിൽ ഭീതി ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, ഇവരാണ്. അതെ, ഈ സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. രണ്ട് തരത്തിൽ ഇതിനെ നേരിട്ടൂടെ. ഒന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ജനാധിപത്യ രീതിയിൽ നിയമം നിർമ്മിക്കാൻ അവകാശമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ BJP ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മന്ദിർ, 370 തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. രഹസ്യമായി കൊണ്ടുവരുന്ന അജണ്ട അല്ല, ഒന്നുമല്ല, വളരെ പരസ്യമാണ്. പിന്നെ അങ്ങനെ ഒരു പ്രകടന പത്രികയുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP അല്ലെങ്കിൽ NDA മുന്നണി അധികാരത്തിൽ വന്നാൽ മറ്റെന്ത് ചെയ്യുമെന്നാണ് ഈ പ്രതിപക്ഷം പ്രതീക്ഷിക്കേണ്ടത്? അതെ അതെ. അപ്പം അതിനെ പിന്നെ നേരിടാനുള്ള വഴികൾ 2-3 ഉള്ളൂ. ഒന്ന്, ജനാധിപത്യ രീതിയിൽ ഉള്ള സംവാദങ്ങളിലൂടെ സർക്കാരിനെയും സർക്കാരിനെ അനുകൂലിക്കുന്നവരോട് നിയമത്തിന്റെ വഴി തൊടാം. രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം, പാർലമെന്റിലുള്ള സജീവമായ ചർച്ചകൾ പങ്കെടുക്കാം, നിയമത്തിന് ഭേദഗതികൾ വരുത്താം. വേറൊന്ന്, സജീവമായ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടിട്ട് BJPക്കും NDA മുന്നണിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരാം. തെരഞ്ഞെടുപ്പിന് ജനങ്ങളോടല്ലേ ഇതൊക്കെ പറയുന്നത്. ഇനി അതൊന്നും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടത്താവുന്നത് ജനകീയമായ പ്രക്ഷോഭങ്ങൾ നടത്താം, ജയിച്ചാലും തോറ്റാലും. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഞങ്ങളുടെ നിലപാട് ഇന്നതാണ്, കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഇന്നതാണ്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നിലപാടിനോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇങ്ങനെയല്ല എനിക്ക് തോന്നിയത്. ഈ വളരെ പെട്ടെന്ന് പിണറായി ഇത് പറയാൻ കാരണം ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഈരാറ്റുപേട്ടയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ പൂഞ്ഞാർ സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കുറേ ചെറുപ്പക്കാർ 27 പേര് ബൈക്കും കാറുമായിട്ട് ഓടിച്ചു കയറി അവിടുത്തെ വൈദികരെ ഗുരുതരമായി പരിക്കേറ്റു. ആ സംഭവം ഈ ചർച്ചയ്ക്ക് വന്നു. ഹുസൈൻ മടവൂര് അത് ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, അതായത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പൊട്ടിത്തെറിച്ചു. ഒരു വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 27 പേരുണ്ടായിരുന്നു. അതിൽ 17 പ്രായപൂർത്തിയായവരും 10 പ്രായപൂർത്തിയാവാത്തവരും. എല്ലാവരും ഒരു വിഭാഗക്കാർ മാത്രമാണ്. തെമ്മാടിത്തമാണ് അവിടെ കാണിച്ചത്. അല്ല, അവിടെ ഈരാറ്റുപേട്ട ഒരു മുസ്ലിം തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ്. അത് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും അത് ഉണ്ടാവാറുണ്ട്. എത്രയോ തവണ അത് കണ്ടതാണ്. അവിടെ ഒരു പക്ഷത്തിനും എതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മുമ്പിൽ നിയമം ലംഘിച്ച് വന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ടവരാവും. മറുപക്ഷം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ച് വീണ അച്ഛനാണ്, അയാൾക്കെതിരെ കേസെടുത്തില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കാലത്തിന് ശേഷം ഈ മതപുരോഹിത നേതൃത്വത്തിനെതിരെ പിണറായി പരസ്യമായിട്ട് പറഞ്ഞു. അത് ബാലൻസ് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും. ഹുസൈൻ മടവൂർ സാഹിബ് സാധാരണഗതിയിൽ അദ്ദേഹം വളരെ സംയമനത്തോടെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഈ ഇസ്ലാമിക തീവ്രവാദികൾ കാണിച്ച അക്രമത്തെ അദ്ദേഹം എന്തിനാണ് പിന്തുണച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമില്ലാത്തതാണ്. അദ്ദേഹം മാത്രമല്ല, മറ്റ് മത നേതാക്കളിൽ നിന്നും മതപണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ് പല കാര്യങ്ങളിലും. അല്ല, പക്ഷേ നേരെ തിരിച്ച് ഒരു മസ്ജിദിലേക്ക്, അതിൻ്റെ പ്രിമൈസിലേക്ക് വേറെ മതത്തിൽപ്പെട്ട കുട്ടികൾ കൂട്ടത്തോടെ വാഹനം ഓടിച്ചു വരികയും അവിടുത്തെ പുരോഹിതനെ മൃതപ്രായനാക്കുകയും ചെയ്താൽ എന്തായിരിക്കും നാട്ടിൽ നടക്കുക? അതെ, തിരിച്ച് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. ആ വലിയ തോതിലുള്ള കലാപമായി മാറുക. ഒരു പള്ളിയിലെ മസ്ജിദിലാവട്ടെ അമ്പലത്തിലാവട്ടെ അതിനെ എല്ലാ മതസംഘടനകളും, പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകൾ ആദ്യം അപലപിക്കുകയാണ് വേണ്ടത്. ആരും ചെയ്തില്ല. അതെ, അത് വലിയ പലപ്പോഴും പത്രങ്ങൾ, കോട്ടയം പത്രങ്ങൾ ഈ പ്രതികളുടെ പേര് പോലും പ്രസിദ്ധീകരിച്ചില്ല. അതാണ് അതിനിപ്പോൾ പേര് പറയുന്നതെന്ന് വെച്ചാൽ പ്രതികളുടെ പേര് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു സമുദായത്തെ വ്രണപ്പെടുത്തുന്നു, പിന്നീട് അത് കലാപത്തിലേക്ക് നയിക്കും. അതൊന്നുമല്ല, അക്രമികളെന്ന് വിളിക്കാം. അതെ, സ്പേഡ്. അത് തന്നെ കറക്റ്റാണ്, ശരിയായ പേര്. നല്ലൊരു ഭയമുണ്ട് കോട്ടയത്തെ പത്രങ്ങൾക്കും. കോട്ടയം ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു റോം പോലെയൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് കോട്ടയം പാലയൊക്കെ. പക്ഷെ അവിടെയുള്ള പത്രങ്ങൾക്ക് പോലും, അവിടെയുള്ള ആളുകൾക്ക് പോലും പ്രതികരിക്കാൻ ഭയമായി തുടങ്ങിയിരിക്കുന്നു. അതെന്താ സംഭവിക്കുന്നതെന്നുള്ള കണ്ടിറങ്ങും. കാരണം ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഇപ്പം സത്യത്തിൽ ഇവർ ഈ പറയുന്ന സംഘപരിവാർ ഭീതിയാണ് ഉയർത്തുന്നതെങ്കിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഇഷ്യൂവിനെ അവർ ഭയപ്പെടാൻ പാടില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇരവാദം ഉയർത്തിയിട്ട് ഇരകൾ ഒന്നിച്ച് നിൽക്കല്ലേ വേണ്ടത്. ഞങ്ങളെ തൊട്ടാലും അവരെ തൊട്ടാലും ഞങ്ങളെ ഒരുമിച്ച് വിടാൻ പാടില്ല, അങ്ങനെ നിലപാടെടുക്കേണ്ടത്. അറിയാം, അത് തെറ്റാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുസ്ലിം സമുദായത്തിൽ ഈ നരേന്ദ്രമോദിയോടും BJPയോടും ഭയമുണ്ടോ? ഇപ്പോൾ
ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതുണ്ടായിരുന്നു, വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കുറെ കൂടി വ്യത്യസ്തമായി കാര്യങ്ങളെ കാണുന്നുണ്ട് അവർ. അല്ല, ഇവരുടെ ഭയം എന്താണ്? ഒന്ന്, ഇവർ പ്രത്യക്ഷത്തിൽ ഇവർ ധരിക്കുന്നത് സംഘപരിവാർ ആയാലും അല്ലെങ്കിലും ഈ BJP നരേന്ദ്രമോദി വന്ന വഴി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ നടന്നൊരു കലാപം, ആ കലാപത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും മോദി അതാണ് അതിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ വന്ന വഴിയിൽ മുഴുവനും മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചോര എന്ന് പറയുന്നൊരു ചിത്രം. 2, മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഗവൺമെൻറ് അറിഞ്ഞോ അറിയാതെയോ നടന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ഈ ലിഞ്ചിങ്, അഖലാഖിൻ്റെ ഒരു കൊലപാതകം ഓർമ്മയില്ലേ, ഈ മാംസം ഏത് മാംസമാണ് എന്ന തർക്കം, അതിനെ തുടർന്നൊക്കെ ഉണ്ടായ ചില സംഭവങ്ങൾ. പക്ഷേ അന്ന് വൈകാരികമായി പ്രതികരിച്ചെങ്കിലും ഞാൻ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ കുറേ കൂടി കാര്യങ്ങളെ മറിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, മുസ്ലിം ഭീതി അങ്ങനെ ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ വലിയ അപകടത്തിലാണ് എന്ന ഭീതിയാണല്ലോ ഇപ്പോൾ ഒരു പരത്തുന്നത്, ഈ ഇരവാദം. അതെ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള, ഇപ്പോൾ വന്നിട്ട് 10 കൊല്ലം, അതിന് മുമ്പുള്ള ഒരു 20 കൊല്ലം മുമ്പുള്ള ഒരു ഇന്ത്യ എടുത്തു നോക്കൂ. ഒരിക്കലും തീരാത്ത ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ട വർഗീയ കലാപത്തിൻ്റെ ഒരു മണ്ണായിരുന്നു പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ. ഇത് ബാംഗ്ലൂർ പോലും ഒരിക്കലും നമ്മളെ വളരെ അടുത്ത കാലത്ത് ഇപ്പോൾ കുറേ പേരുകൾ, കുറേ നഗരങ്ങളുടെ പേരുകൾ, ഇപ്പോൾ മംഗലാപുരത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിലുണ്ടായിരുന്നു, കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഭീവണ്ടിയിലുണ്ടായിരുന്നു, ആസാമിലെ നെല്ലി, ഭീകരമായ കൂട്ടക്കൊലകളുടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആയിരുന്നല്ലോ. ജാംഷഡ്പൂർ, ബീഹാർ, അലിഗഡ്, ഇങ്ങനെ ഒരുപാട് നഗരങ്ങളുടെ പേര് തന്നെ കൂട്ടക്കൊലകളുടെ പേരിൽ നിരന്തരമായി ഒരിക്കലും തീരാത്ത വർഗീയ കലാപങ്ങളുടെ പേരിൽ അറിയപ്പെട്ട നാടാണ്. അതുകൊണ്ട് ആ ഒരു കൂട്ടക്കൊലയുടെ അവസ്ഥ മാറിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഒന്ന്, വേറൊന്ന്, ഇപ്പോൾ ഈ മസ്ജിദ് ഇഷ്യൂ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ട ഒരു ചിത്രം ഉണ്ടായി, കോടതിയുടെ ഇടപെടൽ വലിയ ആശ്വാസം ഉണ്ടായി. അതിലൊരു ചെറിയ വിഭാഗം ഇപ്പോഴും ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും നീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഈ കലാപം ഒരിക്കലും തീരരുതേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ന്യൂനപക്ഷമാണ്, വളരെ ന്യൂനപക്ഷമാണെന്ന് മാത്രമല്ല നല്ലൊരു ശതമാനം മനുഷ്യരിപ്പോൾ ചിന്തിക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം ഉണ്ടായി, അത് വലിയ 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 ക്രിമിനൽ കുറ്റമാണെന്ന് കോടതി തന്നെ കണ്ടെത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിട്ടും അവിടെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ദീർഘകാലം, അതിൻ്റെ വർഷങ്ങളോളം നിർമ്മാണം നടന്നു. ഇപ്പോൾ ആദ്യം ശിലാപൂജ നടന്നു, ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടന്നു. ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു തുള്ളി ചോര ഇന്ത്യയിൽ എവിടെയും വീണില്ലല്ലോ. അതുകൊണ്ട് പഴയ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ത്യയെ കാണുന്നുണ്ട്. ഞാനിതിനൊക്കെ കാണുന്നൊരു പ്രധാനപ്പെട്ട കാരണം റെസ്പോൺസിബിളായൊരു ഗവൺമെൻറ് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഞാൻ ഭരിക്കുന്ന കാലത്ത് ആര് ഏത് ഗുണ്ടായിസം കാണിച്ചാലും, ഏത് ക്രിമിനൽ തെരുവിൽ അഴിഞ്ഞാടിയാലും അതിൻ്റെ ഉത്തരവാദി ഞാനാണല്ലോ എന്നൊരു ബോധം ഒരു ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നാട്ടിൽ ക്രമസമാധാനത്തിൽ ഇടപെടുന്നുണ്ട്, ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള എന്തൊക്കെ പറഞ്ഞാലും നിലപാടുകൾ മാറും. മാത്രമല്ല, ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ എന്ത് എന്നുള്ളതല്ലോ, വന്നു കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാണ്. ഈ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അടിത്തറ എന്ന് പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളോട് ഇപ്പോൾ നരേന്ദ്രമോദി സൂക്ഷിക്കുന്ന ഒരു ബന്ധം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന അമുസ്ലിങ്ങളിലുണ്ടായൊരു ഉണർവ്, അവിടെ അബുദാബിയിലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നടപടികൾ, അതുവഴി സമുദായങ്ങൾ തമ്മിലുണ്ടായൊരു സൗഹാർദ്ദം, ഷെയ്ഖുമാരും അറേബ്യൻ ഷെയ്ഖുമാരും ഈ നമ്മുടെ നരേന്ദ്രമോദിയും തമ്മിലുണ്ടായ ബന്ധം ഇന്ത്യയിലും പുറത്തുള്ള ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള ബന്ധം കൂടിയാണ്. ഇങ്ങനെ ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പരസ്പരമുള്ള വെറുപ്പിൻ്റെ ഒരു മനസ്സ് മാറിയിട്ട് പതുക്കെ മനുഷ്യർ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോദി ഇപ്പോൾ മുസ്ലിമുകളുടെ കൂടെ ആയി മാറി. മുസ്ലിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ പോലും ഇന്ത്യക്കാരന്റെ കൂടെ നിന്നാൽ മതി സാറേ. ഞാൻ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് കൂടി ഇദ്ദേഹത്തെ സ്നേഹിക്കാനും ഒരു സമാധാനത്തോടെ കാണാനും, പിന്നെ മാത്രമല്ല കൂടിയാണ് നരേന്ദ്രമോദി എന്ന് പറയാൻ കഴിയുന്ന ഒരു തോന്നലുണ്ടായി വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോഴും ഒരുപാട് അബദ്ധങ്ങളാണ് പലപ്പോഴും. ഈ സംവാദം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് പറയുന്നത് പലപ്പോഴും ഗുരുജി ഗോൾവാൾക്കർ എഴുതി വെച്ച കാര്യങ്ങളാണ്. ഗുരുജി ഗോൾവാൾക്കർ തന്നെ ആ നിലപാട് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഫസ്റ്റ് ഹാഫിലെ നിലപാടല്ല, അവസാന കാലത്ത് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞ നിലപാടാണ്.
മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ് ഞങ്ങളുടെ രാമരാജ്യം എന്ന് പറഞ്ഞ ആളാണ്. അതെ. മഹാത്മാഗാന്ധിക്ക് വേണ്ടി എല്ലാ ശാഖകളിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയുക, ഈ ഭാഗം പറയാതിരിക്കുക. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ സാറ് കണ്ടോന്നറിയില്ല. അപ്പോൾ ഗോപികൃഷ്ണന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ഗോപികൃഷ്ണന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 700-ലേറെ പേജുണ്ട്, 1000-ലേറെ രൂപ വിലയുണ്ട്, വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഗോപി കാശുണ്ടായിക്കോട്ടെ, നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഫൈൻഡിങ്സ് ഒന്നും തന്നെ മറുവശം കാണാതെയാണ്. ഇപ്പം ഞാനൊരു നിലപാടെടുത്തു, ഞാൻ ഇന്നലെ എടുത്ത നിലപാട് ഞാൻ ഇന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല എൻ്റെ നിലപാടായിട്ട് ഏറ്റവും പുതിയ ആദ്യത്തെ ഭാഗം നിലപാടെടുക്കുക. ചിലത് ഇവർക്ക് പറ്റിയത് ആദ്യമാണെങ്കിൽ അതെടുക്കുക, ചിലത് അവസാനത്തേത് എടുക്കുക. ഈ മാതിരി വളരെ ഒരു സംശയത്തിന് ഇട നൽകാതെ മോഹൻ ഭാഗവത് ഒരു ക്ലാരിറ്റി കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ എല്ലാവരുടെയും കൂടെയാണ്, ഇവിടെ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണ്. അതെന്നെ അത് ഒന്നാമത് നമ്മളിപ്പോൾ ഈ ഒരു വളരെ കാര്യം ശരിയാണ്. ഒരാശയം മാത്രമായി അതിനൊരു കർമ്മമണ്ഡലമില്ലാതെ, ഭരണകൂടമില്ലാതെ, റെസ്പോൺസിബിളായ ആരുമില്ലാതെ ഒരു ആശയം മാത്രമായി ചർച്ച ചെയ്യുമ്പോൾ എന്തും പറയാം. അതെ, പ്രായോഗികമായിട്ട് ഞാൻ ഈ ഇന്ത്യയിലെ എല്ലാതരം ഈ ഭരണകൂടമായി തീരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ ആശയങ്ങളെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു മൊബിലൈസിങ് ഫാക്ടറാണ് ഈ സാധനം, ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്. പിന്നെ അത് വന്നു ചേരുമ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ സങ്കല്പിച്ചതുപോലുള്ള ഒന്നാവാനേ വഴിയുള്ളൂ. അത്രയേ ഉള്ളൂ. തീർച്ചയായും അത് അവിടെയാണ് CPI പോലെയുള്ള കക്ഷികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും അതാണ്. പിന്നെ വന്നാൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാണ് ഈ ആളുകളെ മുൻകൂട്ടി പേടിപ്പിക്കുന്നത്? ഒരു നിയമം വന്നാൽ രണ്ട് കാര്യം ചെയ്യാം. നിയമം വരുന്ന സമയത്ത് അത് ബില്ലാകുന്ന വേളയിൽ പാർലമെന്റിൽ നേരിടാൻ ഉള്ള എല്ലാ ശക്തിയും വിനിയോഗിക്കാം. നിയമമാണെങ്കിൽ അത് നടപ്പാക്കുമ്പോൾ അതിനെതിരായി ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാം. കോടതിയെ സമീപിക്കാം. നിയമവിരുദ്ധമാണെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇതൊന്നുമായിട്ട് നടന്നില്ലെങ്കിൽ ജനാധിപത്യം 5 കൊല്ലത്തേക്കാണ്. അതെ, തോൽപ്പിച്ചൂടെ നരേന്ദ്രമോദി? അങ്ങനെ ജനങ്ങൾക്ക് കൂടി പകരം കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് തെറ്റാണ്. ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും മുസ്ലിംകൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുക, ഇതാണ് CPM-ന്റെ പ്രധാന അജണ്ട. നോൺസെൻസ് ആണ്. കാരണം ഇപ്പോൾ CAB-യെ കുറിച്ചൊരു ചർച്ച ഇന്ത്യയിലാകെ നടന്ന കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിൽ ഇടപെട്ടവരാണ്. ആ സമയത്ത് ആ ക്യാമ്പയിനിൽ ഒരു അർത്ഥമുണ്ട്. അത് പാർലമെന്റിൽ ആ ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്താണ്. അതെ, ബില്ല് പാസ്സായി നടപ്പാക്കാതെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ആക്ട് റൂൾ ഉണ്ടാക്കി നടപ്പാക്കാൻ വരുമ്പോ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കിയാൽ കേരളത്തിൽ മാത്രമേ നടപ്പാക്കാതിരിക്കാനുള്ള യാതൊരു സാധ്യത നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഞങ്ങളുടേതായ നിയമം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതെ, ആസാം പോലെയുള്ള സർക്കാർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ യൂണിയൻ നിയമം വരാൻ പോകുന്നില്ല. കേന്ദ്രത്തിലെ യൂണിയൻ സ്റ്റേറ്റ് ലോ ഉണ്ടാക്കാനുള്ള നിർദ്ദേശം BJP-യെ പോലെ വളരെ സംഘടിതമായൊരു പാർട്ടി നിർദ്ദേശം കൊടുക്കാതെയൊന്നും ഒരു സംസ്ഥാന സർക്കാർ ക്ലിയർ അല്ലേ അതിന്റെ അർത്ഥം? അത് മതി, അത് മാത്രം മതി. യൂണിയൻ ഗവൺമെന്റ് ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഈ നിയമം നടപ്പാക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് പോലെ. ആസാമിനൊക്കെ താല്പര്യമുണ്ട്, അതിർത്തി അവർക്ക് പ്രശ്നമുണ്ട്. അവിടെ നിയമം വേണം താനും. മാത്രമല്ല അവിടുത്തെ എല്ലാ കക്ഷികളുടെയും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളുടെ ഷെയർ ഇവരാണ്, മേജർ ഷെയർ ഇവരാണ്. ബംഗ്ലാദേശിൽ നിന്നൊക്കെ എത്രയോ കാലമായി അതിർത്തി കടന്ന്. പിന്നെ സാറിന് അറിയുമെന്നറിയില്ല, ആ ഭാഗത്ത് സന്ദർശിച്ചിട്ടുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇപ്പോഴും പട്ടാളക്കാരുടെ കയ്യിൽ 100 രൂപ വെച്ചു കൊടുത്താൽ പരിശോധന ഇല്ലാതെ കടത്തിവിടും. അങ്ങനെ വരികയാണ്. നമ്മൾ ഈ അഴിമതിരഹിതമായ സംവിധാനമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു ചേർന്ന ആളുകളുണ്ട്. ഇപ്പോഴും എന്താ പറയുന്നത്, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന്റെ 10 കൊല്ലം മുമ്പ് നിയമവിരുദ്ധമായി വന്നു ചേർന്ന ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിൽ ഗവൺമെന്റിന്റെ പോളിസി ഇതാണ്, ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് ഇവർ ബ്രോഡായിട്ട് കണക്കാക്കിയിരിക്കുന്നത് മുസ്ലിം അല്ലാത്തവരൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾ. അതിൽ തെറ്റുണ്ടാവും, അത് നമുക്ക് വിമർശിക്കുകയും ചെയ്യാം. അത് ചർച്ചകളിലൂടെ വരട്ടെ, അത് ഇനിയും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഭീതി പരത്താതിരിക്കുക. ഭീതി പരത്തുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒട്ടും ഭൂഷണമല്ല. ഇത് പരത്തിയാലുള്ള കുഴപ്പം എന്താണെന്നറിയാം സാറേ? ഇപ്പൊ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇപ്പൊ അതുകൊണ്ട് ഭീതി പരത്തിയിട്ട് 4 വോട്ട് കിട്ടുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. സംഭവിക്കുക എന്താണെന്നറിയോ? ഈ സമുദായങ്ങൾ തമ്മിലുള്ള മനസ്സ് വീണ്ടും അകന്നുകൊണ്ടിരിക്കും. മനുഷ്യർ തമ്മിൽ അകലുമ്പോ നാട്ടില് അത് നിരന്തരമായ വെറുപ്പും കാലുഷ്യവും, എങ്ങനെയും 4 വോട്ട് കിട്ടാനാണ് ശ്രമം. അത് ഒരു തരം ഒരു നല്ല മനസ്സല്ല. അത് അങ്ങേയറ്റം ജനവിരുദ്ധ CPM-നും നല്ല ബുദ്ധി തോന്നട്ടെ. അല്ല, തീർച്ചയായിട്ടും തോന്നേണ്ടതാണ്. ഇങ്ങനെയൊന്നും അല്ല വോട്ട് പിടിക്കേണ്ടത്. വോട്ട് മനുഷ്യനോട് പോസിറ്റീവായിട്ട് വോട്ട് സത്യസന്ധമായി തുറന്നു പറഞ്ഞ് നിലപാടെടുത്താൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നിലപാട്. കള്ളക്കളി കളിക്കാതിരിക്കുക, ഒരു കള്ളക്കളിയും കളിക്കരുത്. വർഗീയതക്കെതിരാണെങ്കിൽ എല്ലാ വർഗീയതയോടും കൃത്യമായ നിലപാടെടുക്കണം.
കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അതാണ്. ഇവിടെ നിയമം കയ്യിലെടുക്കുക, ഇവിടെ നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഒരേ കണ്ണുകൊണ്ട് പൗരനായിട്ട് കണ്ടാൽ മതി. ഇന്ത്യൻ ശിക്ഷാ നിയമം ഒരുപോലെ നടപ്പാക്കിയാൽ മതി. അത് നടപ്പാക്കുമെന്നല്ലല്ലോ പറയണത്. അതെ, അതിൽ പോലും വിവേചനം കാണിക്കുക. മറ്റവന്റെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ ഭീതി നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അങ്ങനെ പറയാൻ എന്തിനാണ് ഗവൺമെന്റ്? നീ പേടിക്കണം, നീ പേടിച്ച് തന്നെ നിൽക്കണം എന്നാണ്. തീർച്ചയായിട്ടും. ഏതായാലും മുഖ്യമന്ത്രി ഭയങ്കരമായ അപകടമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കട്ടെ. മുഖ്യമന്ത്രി കുറെ കൂടി ആലോചിച്ചും കുറെ കൂടി പ്രായോഗികവും കുറെ കൂടി എന്താണ് പറയുക, സമാധാനത്തിൻ്റെതായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടും തോറ്റോ ജയിച്ചു എന്നുള്ളതല്ല, ഇലക്ഷനിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളത് മാത്രമാവരുത്. ഓർക്കപ്പെടുന്ന ജനങ്ങൾ സമാധാനപ്രിയനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഓർക്കപ്പെടുന്ന മട്ടിലേക്കുള്ള ഒരു ചരിത്രമൊക്കെയാണ് അദ്ദേഹം കുറിക്കേണ്ടത്. നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.